ഒരു ഫീൽഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പ്രോപ്പറായിട്ട് നോൺ ട്രിവിയൽ ആയിട്ടുള്ള ഒരു ഐഡിയൽ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി ഞാനൊരു നോൺ ട്രിവിയൽ ആയിട്ടുള്ള ഒരു ഐഡിയൽ എടുക്കുന്നു എൻ. ഈ എന്നും എഫും ഈക്വലാണ്, ഈ ഐഡിയലും ഫീൽഡും ഈക്വൽ ആണെന്ന് കാണിച്ചാൽ ഇതായല്ലോ. അപ്പോൾ ഇതിന് നമ്മൾ കാണിക്കുന്നത് ഇതാ എഫ് ഈക്വൽ ടു എൻ എന്ന് കാണിക്കാൻ ആദ്യം നമ്മൾ എൻ സബ്സെറ്റ് ഓഫ് എഫ് എന്ന് കാണിക്കും, പിന്നെ എഫ് സബ്സെറ്റ് ഓഫ് എൻ എന്ന് കാണിക്കും. ഇനി നോക്കിയേ, എൻ സബ്സെറ്റ് ഓഫ് എഫ് എന്നുള്ളത് ട്രിവിയലി ട്രൂ ആണ്. ഇനി എഫ് സബ്സെറ്റ് ഓഫ് എൻ എന്ന് കാണിക്കണം. ഇതിനെന്താ ചെയ്യുന്നതെന്ന് അറിയാം. നമ്മൾ എഫിലെ ഒരു എലമെൻ്റ് എടുക്കുന്നു, സ്മോൾ എഫ്. എഫിലെ ഒരു എലമെൻറ്റ് സ്മോൾ എഫ് എടുക്കുന്നു, അത് എന്നിലുണ്ട് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ടീഷൻ ട്രൂ ആയല്ലോ. അപ്പോൾ അതിന് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം. 1 എന്ന് പറയുന്ന എലമെൻറ്റ് എന്നിലുണ്ട് എന്ന് കാണിക്കണം. അതിന് നമ്മൾ ഐഡിയലിൻ്റെ കണ്ടീഷനാണ് യൂസ് ചെയ്യുന്നത്. ഐഡിയലിൻ്റെ കണ്ടീഷൻ എന്താ, നമ്മൾ എന്നിലെ ഏതൊരു എലമെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് എഫിലെ ഏതൊരു എലമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അത് എന്നിൽ തന്നെ കിട്ടും. ഒരു അട്രാക്ഷൻ പോലെ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഐഡിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്നിലെ എലമെൻറ്റ് യു എടുക്കുകയാണ്. എന്നിലെ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് എഫിലെ തന്നെ എലമെൻ്റ് ആണല്ലോ. എൻ എന്ന് പറഞ്ഞാൽ എഫിൻ്റെ സബ്സെറ്റാണ്. ഇനി എഫ് എന്ന് പറഞ്ഞ ഫീൽഡിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിലുള്ള എലമെൻറ്റ്സുകളൊക്കെ യൂണിറ്റ് ആയിരിക്കും. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സും അവിടെ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ എഫിൽ യു ഉണ്ടെങ്കിൽ യു ഇൻവേഴ്സ് എവിടെ ഉണ്ടാവും, എഫിലുണ്ടാവും. അപ്പോൾ ഞാൻ എന്നിലുള്ള എലമെൻ്റായിട്ട് ഞാൻ യുവിനെ എടുക്കുന്നു. യു എഫിലുണ്ടെങ്കിൽ യുവിൻ്റെ ഇൻവേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എഫിന് പകരം ഞാൻ യു ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ് എടുക്കുന്നു. അപ്പോൾ യു ഇൻറ്റു യു ഇൻവേഴ്സ് എവിടെ ഉണ്ടാവും, എന്നിലുണ്ടാവും. യു ഇൻറ്റു യു ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 എന്നിലുണ്ട് എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യുക, ഈ ഇക്വേഷൻ വീണ്ടും ഒന്നുകൂടി അപ്ലൈ ചെയ്ത് നോക്കാം. ഈ ഇക്വേഷൻ ഞാനിപ്പോൾ ഇപ്പോൾ 1 എന്നിലുണ്ടെന്ന് കിട്ടിക്കഴിഞ്ഞല്ലോ. ഞാൻ 1 എന്നിലിട്ട് കൊടുത്തു. ഇനി ഞാൻ ഈ ഇക്വേഷനിൽ എന്നിൽ നിന്ന് 1 എടുക്കുക, എന്നിലുള്ള 1 എടുത്തു. ഇനി ക്യാപിറ്റൽ എഫിലുള്ള സ്മോൾ എഫിനെ എടുക്കുക. അപ്പോൾ 1 ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാൽ എന്നിലായി അല്ലേ. 1 ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് ഓഫ് എൻ. ഇനി 1 ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാൽ എഫ് സബ്സെറ്റ് ഓഫ് എൻ എന്ന് കിട്ടി. നമ്മൾ എഫ് എവിടെ നിന്ന് എടുത്തിരുന്നത്, ക്യാപിറ്റൽ എഫ് എന്ന്. ഇപ്പോൾ എവിടെ കിട്ടി, എന്നിലുണ്ടെന്ന് കിട്ടി. അപ്പോൾ എന്താ ഈ കണ്ടീഷനായല്ലോ. അപ്പോൾ എഫ് ഈക്വൽ ടു എൻ എന്ന് കിട്ടി, ഈ കണ്ടീഷനായി.